ആവേശപ്പോരിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യ T20 ലോകകപ്പ് ഫൈനലിൽ കടന്നു. 7 റൺസിനാണ് ഇന്ത്യയുടെ ജയം. 254 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 246 പുറത്തായി. ജേക്കബ് ബത്തേലിന്റെ അതിവേഗ സെഞ്ചുറി പാഴായി. 89 റൺസ് നേടി സഞ്ജു സാംസന്റെ വെടിക്കെട്ടിന് വാങ്കഡെ സാക്ഷിയായി. സഞ്ജുവാണ് കളിയിലെ താരം. 7 റൺസിനാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ടൂർണമെന്റ് കണ്ട ഏറ്റവും നിർണായകമായ, ഏറ്റവും വാശിയേറിയ, നെഞ്ചിടിപ്പേറ്റിയ മത്സരത്തിനൊടുവിലാണ് ടീം ഇന്ത്യയുടെ ജയം. ഹരി ഗോവിന്ദ് സ്പോർട്സ് ഡെസ്കിൽ തുടരുന്നുണ്ട്. ഹരി, കേൾക്കാമെങ്കിൽ? യെസ് ഹരി, ഇന്നത്തെ മത്സരം അമ്പെ പരാജയപ്പെട്ടുമെന്ന് പോകും എന്ന് കരുതിയ നിമിഷമുണ്ട്. ഇതിൽ ഒരു ത്രില്ലർ സിനിമയുടെ എല്ലാം കൊഴുപ്പും മേളവും ഒക്കെയുള്ള ഒരു മത്സരം എന്ന് പറയാം. 16ാമത്തെ ഓവറിൽ ജസ്പ്രീത് ബുംറ എത്തുന്നു. വീണ്ടും 18ാമത്തെ ഓവറിൽ ബുംറ എത്തുന്നു. ഒരുപക്ഷെ ഈ കളിയുടെ ഗതിയാകെ മാറ്റിമറിച്ചത് അതാകും. പക്ഷേ തീർച്ചയായും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഒരു മത്സരമാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ജസ്പ്രീത് ബുംറയുടെ പ്രകടനം എടുത്തു പറയണം. അദ്ദേഹം ഡെത്ത് ഓവറിൽ എത്ര മനോഹരമായാണ് പന്തെറിയുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇക്കുറി ആ സെമി ഫൈനലിൽ ബുംറയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മനോഹരമായ പ്രകടനം വരുന്നു. നിർണായകമായ 2 ഓവറുകൾ, ഡെത്ത് ഓവറുകൾ അദ്ദേഹം എറിയുന്നു. ആ ഒരു ഓവറുകൾ തന്നെയാണ് ഈ മത്സരം ഇംഗ്ലണ്ടിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഹർദീപ് സിംഗിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ആദ്യം തന്നെ അവർക്ക് ഫിൽ സോൾട്ടിനെ നഷ്ടമായെങ്കിൽ പോലും ജോസ് ബട്ട്ലർ ഒരു മികച്ച തുടക്കം ഇംഗ്ലണ്ടിന് നൽകാൻ ശ്രമിച്ചു. 25 റൺസാണ് അദ്ദേഹം എടുത്തത്. പിന്നീട് എത്തിയ ഹാരി ബ്രൂക്കിനെ ജസ്പ്രീത് ബുംറ പുറത്താക്കുന്ന ഒരു മികച്ച പ്രകടനം നമ്മൾ കണ്ടു. ബ്രൂക്കിന്റെ പുറത്താവലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് അക്ഷർ പട്ടേലിന്റെ ക്യാച്ചിനെ കുറിച്ചാണ്. അക്ഷർ പട്ടേൽ എടുത്ത ആ മനോഹരമായ ക്യാച്ചാണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ മികച്ച ഫോമിൽ കളിച്ച ഇംഗ്ലണ്ടിന്റെ നായകനെ പുറത്താക്കാൻ സഹായിച്ചത്. ഹാരി ബ്രൂക്ക് ഒരു പക്ഷേ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ടിന് അനുകൂലമായി ഈ മത്സരം മാറേണ്ടതായിരുന്നു. അങ്ങനെ അക്ഷർ പട്ടേൽ ഒരു നിർണായകമായ ക്യാച്ച് ഹാരി ബ്രൂക്കിനെ പുറത്താക്കാനായി എടുക്കുന്നു. ജേക്കബ് ബത്തേലിന്റെ ഇന്നിംഗ്സ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം, 48 പന്തിൽ 105 റൺസ്, അതും സെമി ഫൈനൽ പോലുള്ള നിർണായകമായ പോരാട്ടത്തിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കാനായി ഒരു നിർണായക പ്രകടനം ബത്തേലിന്റെ ഭാഗത്തുണ്ടാവുന്നു. പക്ഷേ ബത്തേലിന്റെ സെഞ്ചുറിക്ക് പോലും ഇംഗ്ലണ്ടിനെ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ടോം പാന്റണും വിൽ ജാക്സും ഒക്കെ മികച്ച രീതിയിൽ ഇംഗ്ലണ്ടിനായി തകർത്തടിച്ചുവെങ്കിൽ പോലും ഇന്ത്യയെ മറികടക്കാൻ മാത്രം അതായില്ല എന്നുള്ളതാണ്. വിൽ ജാക്സിന്റെ പ്രകടനം 20 പന്തിൽ 35 റൺസ്. ആ വിക്കറ്റിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ വീണ്ടും അക്ഷർ പട്ടേലിന്റെ ഒരു അതിമനോഹരമായ ക്യാച്ചിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ബൗണ്ടറി ലൈനിൽ അത്ലറ്റിക് ആയിട്ടൊരു ക്യാച്ചാണ് അദ്ദേഹം എടുത്തത്. അത് 6 പോയി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിന്നാണ് അക്ഷർ ക്യാച്ച് എടുക്കുന്നത്. അതും കളിയിൽ വലിയ വഴിത്തിരിവായി എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഇന്ത്യൻ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ആശങ്ക ഉള്ളൊരു പ്രകടനമാണ് മധ്യ ഓവറുകളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം വരുൺ ചക്രവർത്തിയൊക്കെ നമ്മൾ ഈ മത്സരം തുടങ്ങുന്നതിന് മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയൊക്കെ ഒരുപാട് റൺസ് വിട്ടു നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. വരുൺ ചക്രവർത്തിയൊക്കെ ഇന്ത്യയുടെ സ്ട്രൈക്ക് ബോളറാണ്. മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് അനുകൂലമായി കളി തിരിക്കേണ്ട ബോളറാണ്. പക്ഷേ വരുണിന്റെ ഭാഗത്ത് നിന്നും ആ പ്രകടനം ഉണ്ടാവുന്നില്ല. അദ്ദേഹം ഒരു വിക്കറ്റ് നേടിയെങ്കിൽ പോലും ആ അമിതമായ റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം വരുൺ ചക്രവർത്തി ഇന്നും കാണിക്കുന്നു. അക്ഷർ പട്ടേലിനും അത്യാവശ്യം റൺസ് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഒരിക്കൽ കൂടി ഡെത്ത് ഓവറിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. 19ാം ഓവർ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ എറിയുന്നു. സാം കറന്റെ നിർണായക വിക്കറ്റ് അദ്ദേഹം നേടുന്നു. പിന്നീട് 20ാം ഓവറിൽ ജേക്കബ് ബത്തേലിനെ റണ്ണൌട്ടാക്കാൻ വേണ്ടി ഹാർദിക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു മികച്ച പ്രകടനം വീണ്ടും ഉണ്ടാവുന്നു. അങ്ങനെ ഓൾറൗണ്ട് പ്രകടനം ബൗളിംഗ് നിരയിൽ ഉണ്ടാവുന്നു. അമിതമായ റൺസ് മധ്യ ഓവറിൽ വിട്ടുകൊടുത്തെങ്കിൽ പോലും ഒരു സന്തുലിതമായ പ്രകടനം കൊണ്ട് തന്നെ ഇന്ത്യ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിപ്പിച്ച മത്സരം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ ആദ്യ ഇന്നിംഗ്സിൽ സഞ്ജു സാംസന്റെ പ്രകടനം തന്നെയാണ്. ഈഡൻ ഗാർഡൻസിൽ എവിടെയാണോ അദ്ദേഹം അവസാനിപ്പിച്ചത് അതിന്റെ ബാക്കി അദ്ദേഹം വാങ്കഡെ സ്റ്റേഡിയത്തിൽ പുറത്തെടുക്കുന്നു. സഞ്ജു വീണ്ടും വിശ്വരൂപം കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. ആ സഞ്ജുവിന്റെ ചിറകിലേറി തന്നെയാണ് ഇന്ത്യ വീണ്ടും മറ്റൊരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക്